ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഡൗൺ സിൻഡ്രോം ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷവും സംസ്ഥാന അവാർഡ് ദാനവും നടത്തി. കോഴിക്കോട് BMH കോളേജ് ഓഫ് നഴ്സിംഗ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥയുള്ള കൂട്ടായ്മ എല്ലാ വർഷവും ഒത്തുചേരാറുണ്ട്. ഡൗൺ സിൻഡ്രോം ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷവും സംസ്ഥാന അവാർഡ് ദാനവും മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ ഇത്തരം കുട്ടികളുടെ ഉന്നതിനായി സർക്കാർ കൂടെയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ദോസ്ത് സ്ഥാപക ചെയർമാനും കേരള ദോസ്ത് സപ്പോർട്ട് ഗ്രൂപ്പ് പ്രസിഡന്റുമായ ഡോക്ടർ ഷാജി തോമസ് ജോൺ അധ്യക്ഷനായി. ഡൗൺ സിൻഡ്രോമുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു പരിപാടിയാണിത്. എല്ലാ മാസവും കൃത്യമായിട്ട് 2ാം ഞായറാഴ്ച നമ്മൾ കൂട്ടായ്മ ഉണ്ടാകാറുണ്ട്. ആണ്ടിലൊരിക്കൽ നമ്മൾ ഇതുപോലൊരു സംഗമം നടത്താറുണ്ട്. ഇപ്രാവശ്യം നടത്തിയത് 25ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഉള്ളൊരു മെഗാ പരിപാടിയായിരുന്നു. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് മാതാപിതാക്കളെയും മറ്റുള്ളവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ദോസ്ത് അവാർഡ് തൃശൂർ സ്വദേശി ഡോക്ടർ P ഭാനുമതിയും വടക്കൻ പരവൂർ സ്വദേശി അനഘ ദിനേശും മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ സർഗാത്മക ബാലിക അവാർഡ് ലഭിച്ച ആൻമൂക്കനെയും അമ്മ പിൻസി ജീൻ മൂക്കനെയും ആദരിച്ചു. ദോസ്ത് അംഗങ്ങളിൽ അർഹരായവർക്ക് സഹായ വിതരണം നടത്തി. ഡോക്ടർ K ഗായത്രി, കമൽ കോയംബ്രോൺ, ഡോക്ടർ MK ജയരാജ്, ഡോക്ടർ TV രാജേഷ്, അഡ്വക്കേറ്റ് ദിനേശ് A, റാഫി P ദേവസി, T നാസർ ബാബു, സെക്രട്ടറി ജോബി ജോർജ് എന്നിവർ സംബന്ധിച്ചു. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളിലെ അസ്ഥി സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് ഡോക്ടർ ഈശ്വർ TR സെമിനാർ നടത്തി. വിവിധ കലാപരിപാടികളോടെ വാർഷികാഘോഷം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള UAE യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കാനുള്ള നടപടി